എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കാവേ. അതിനായിട്ട് ദേ കുറച്ച് ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലിന് ആവശ്യമായ മറ്റു പച്ചക്കറികൾ ക്യാരറ്റ്, വഴുതനങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, കോവയ്ക്ക, പിന്നെ നമ്മുടെ മുരിങ്ങക്കായ, പയറ്, ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരേ നീളത്തിലൊക്കെ തന്നെയാണ് ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി പുളിക്ക് ആവശ്യമായിട്ട് ഞാനൊരു ചെറിയ മാങ്ങയുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പുളിക്ക് വാളംപുളി വേണേലും പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്താലും മതി. പിന്നെ കുറച്ച് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി, കറിവേപ്പില. ഇത്രയൊക്കെയാണ് നമ്മുടെ അവിയലിന് വേണ്ട കഷ്ണങ്ങൾ. ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് അടുപ്പേ വെച്ച് കൊടുത്തിരിക്കുന്നത്. ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യം നമുക്ക് ചേന ചേർത്ത് കൊടുക്കാവേ. ചേനയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ വേവുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏത്തക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഏത്തക്ക ഇട്ട് കഴിഞ്ഞ് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ പച്ചമുളക് വേണേൽ ഈ കഷ്ണങ്ങളുടെ കൂടെ തന്നെ പിളർന്നിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാവേ. അതെ, ഇപ്പം നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടിയിലുള്ള കഷ്ണങ്ങളൊന്നും മേളിലാക്കണ്ട, പക്ഷെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഈ സമയത്ത് തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയല്ല പുളിയാണെന്ന് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പുളി പിഴിഞ്ഞ് ചേർക്കണേ. പിന്നെ അരപ്പിനാവശ്യമായ തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, ജീരകം ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ആ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. എരിവെല്ലാം ഇത് നന്നായിട്ട് പിടിക്കണമല്ലോ. നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചതച്ച് ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ അരപ്പിനാവശ്യമായ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയരുത്. അപ്പോൾ ദേ കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചേനയാണ് നമ്മളെടുത്ത് വെന്തോന്ന് നോക്കണ്ട കേട്ടോ. ചേനയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ വേവുള്ളത്. അപ്പോൾ ചേന അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ടിട്ട് ഒത്തിരി നേരം തീയിൽ വെക്കരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മതി. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള അരപ്പ് എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതേ ഇനി ഇത് തട്ടിപ്പൊത്തി മൂടി വെക്കാവേ. അപ്പോൾ അതേ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.